മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കണ്ടോ? ഈ റീലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു റീലാ. ഇതിൽ ഒരു പ്രശ്നവും വിവേകമുള്ള ഒരു മലയാളിയും കാണുന്നില്ലല്ലോ. പക്ഷേ ഈ റീലൊക്കെ പൊക്കിപ്പിടിച്ചാണ് ഇപ്പോ ആശാനാഥിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണോ? ആകെയല്ല BJP വിരുദ്ധരും, അത് കമ്മികൾ മുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് വരെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഡെപ്യൂട്ടി മേയർക്കെതിരെ ഇപ്പോ കമ്മികൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ 2024 അവരുടെ ഇൻസ്റ്റഗ്രാമിലെ അവരുടെ റീലൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന തരത്തിലൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക രീതിയിൽ ഇമേജ് ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കമ്മികൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. ഈ കമ്മികൾക്കൊന്നും യാതൊരു ഉളുപ്പില്ലേ. റീലൊക്കെ 2024 പൊക്കി വരുന്നത് അല്ല. ഒരു ഡെപ്യൂട്ടി മേയർ റീലൊക്കെ ഇറക്കുന്നതിൽ എന്ത് പ്രശ്നമുള്ളത്? ഇവിടെ ഇടതുപക്ഷം മുഹമ്മദ് റിയാസ് മുതൽ CPM-ലെ ഏത് നേതാവാണ് റീൽ ഇറക്കാത്തത്? ഏത് DYFI നേതാവാ റീൽ ഇറക്കാത്തത്? ഏത് കോൺഗ്രസ് നേതാവാ റീൽ ഇറക്കാത്തത്? ഈ കാലഘട്ടത്തിൽ റീലിലൂടെ സാധാരണക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. ഇനി വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഓണമോ വിഷുമോ ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ എന്തെങ്കിലും വരുമ്പോ അതുമായി ബന്ധപ്പെട്ടും ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതൊക്കെ ഒരു ക്വാളിറ്റിയുള്ള ഒരു നേതാവ് ചെയ്യേണ്ടത് തന്നെയാ. എന്നിട്ട് അതൊക്കെ പൊക്കിപ്പിടിച്ച് കമ്മികൾ എത്രത്തോളമാണ് ഈ അധപ്പതിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ചുട്ട മറുപടിയുമായിട്ട് ആശാനാഥ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനുശേഷം BJP നേതാക്കന്മാർക്കെതിരെ, പോപ്പുലർ ഫ്രണ്ട് വനിതാ നേതാക്കന്മാർക്കെതിരെ രംഗത്തെത്തിയതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർക്കെതിരെ, ഡെപ്യൂട്ടി മേയർക്കെതിരെ, BJP നേതാക്കന്മാർക്കെതിരെ 24 മണിക്കൂറും ഇപ്പൊ കമ്മികൾ പണിയെടുത്തോണ്ടിരിക്കുക. ശിവൻകുട്ടിയൊക്കെ ദിനം പ്രതി രംഗത്താ. ഇങ്ങനെ പരമാവധി സകല കമ്മികൾ രംഗത്തെത്തണം. അപ്പൊ ഇത് വലിയ രീതിയിൽ ചർച്ചയാവും. ഇതിങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലുടനീളം BJP ഭരിക്കുന്നിടത്ത് എന്താണ് അവർ ചെയ്യുന്നത്? അവർ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ മതമോ ജാതിയോ വർണ്ണമോ ഒന്നുമില്ലാതെ ജനങ്ങളെ സഹായിക്കുന്നല്ലോ എന്നൊരു സന്ദേശം കേരളത്തിലുടനീളം വന്നുകൊണ്ടിരിക്കുക. അതിന് കമ്മികൾ ഇനിയും പരമാവധി വേട്ടാണ്. ഏതായാലും ആശാനാഥ് ഒരു 1.5 ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ആ മറുപടി ഒന്ന് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇരു കൈയും നീട്ടി സകല BJP വിരുദ്ധരും അങ്ങ് വാങ്ങിക്കോളൂ. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാണാൻ ഇടയായി. പ്രതികരിക്കണമെന്ന് കരുതിയതല്ല. നമ്മുടെ പ്രവർത്തകരും മറ്റു പലരും ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം പ്രതികരിക്കുന്നു. 45 വർഷത്തെ ഭരണം പോയതിൽ വിരളി പിടിച്ച CPM സൈബർ ഇടങ്ങൾ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എതിരെ വ്യാജ പ്രചരണം നടത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ജനകീയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇത്. എന്റെ പ്രവർത്തികൾക്കും എന്നെ 3ാം തവണയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്കും അറിയാം എങ്ങനെയാണ് എന്റെ പ്രവർത്തനമെന്ന്. ഇൻസ്റ്റഗ്രാമിലെ 2-3 വർഷം പഴക്കമുള്ള റീൽസും എന്റെ പഴയ ഫോട്ടോകളും ഒക്കെ എടുത്തു പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രചരണ രാഷ്ട്രീയം. അതിൽ കൂടെ ചില ഓൺലൈൻ മീഡിയകൾ അവരുടെ റീച്ച് കൂട്ടാൻ എന്തും പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇവർ റീൽസും ഫോട്ടോകളും പ്രചരിപ്പിക്കുന്നത്. ഇത് ഞാൻ പലതവണ എന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ബെസ്റ്റ് കൗൺസിലർ ആണോ, ഡെപ്യൂട്ടി മേയറായി പ്രവർത്തനം എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈൻ ഉണ്ടാക്കി പല പോസ്റ്റുകളും ഇപ്പോൾ വീണ്ടും നിരന്തരം വരുന്നുണ്ട്. ഇത് ഒരിക്കലും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് വ്യക്തമായി അറിയാം. എനിക്ക് വേണ്ടി റീൽസ് ഉണ്ടാക്കാൻ, ഫോട്ടോസ് പ്രചരിപ്പിക്കാനും മറ്റും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ സ്വന്തം FB ഇൻസ്റ്റഗ്രാം പേജുകൾ ഉണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ. സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ
വളരെ മോശം കമന്റ്സും പോസ്റ്റും ഇടുന്നത് നിങ്ങൾ പഠിച്ച, നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ആവില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പേജിന് കൂടുതൽ റീച്ചും കിട്ടും, നിങ്ങൾക്ക് പൈസയും കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ വികസന പ്രവർത്തനങ്ങളുമായി ഇനി കൂടുതൽ ശക്തമായി മുന്നോട്ട് തന്നെ പോകും. ഇടതു ഭരണകാലത്ത് നടന്ന അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ അത് ചിലർക്ക് വെറും ആരോപണമല്ലായിരുന്നു, അതൊരു അടിയായിരുന്നു. നിസാരം വാടകയ്ക്ക് എടുക്കുന്ന നിലവിളക്കിൽ പോലും അഴിമതി നടത്തിയ അവസ്ഥ, പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന കളികൾ, കമ്മ്യൂണിറ്റി കിച്ചൺ കരാറുകളുടെ മറവിൽ നടന്ന നീക്കങ്ങൾ തുടങ്ങി നിരവധി അഴിമതികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഇടതു ഭരണം. CPM പാർട്ടി പ്രവർത്തകർക്ക് പണം പിരിക്കാനാവാതെ വന്ന യാഥാർത്ഥ്യം, ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നതിന്റെ പ്രതികാരമാണ് ഇന്ന് ഈ വില കുറഞ്ഞ വ്യക്തിപരമായ ആക്രമണങ്ങൾ. ജനങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവഗണിക്കുക. മുൻപത്തെ പോലെ തന്നെ ഇനി കൂടുതൽ ശക്തമായി വികസനത്തിന്റെ ഓരോ ചുവടും നിങ്ങളിലേക്ക് എത്തിക്കും. റീലുകളിലൂടെയും ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും കുരയ്ക്കുന്നവർ ഉച്ചത്തിൽ കുരക്കട്ടെ, നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ പ്രവർത്തിക്കും. നോട്ട്. പിന്നെ ഞാൻ ഈ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ എന്നെ സൈബർ ആക്രമണം നടത്താതെയോ അപമാനിക്കുന്ന തരത്തിൽ കമന്റ്, പോസ്റ്റ് തുടങ്ങിയവ ഇടാതെ ഇരിക്കരുത്. ഇനിയും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് റീലുകളും ഫോട്ടോകളും ഉണ്ട്, ധൈര്യമായി എടുത്തിട്ട് റീലുകൾ ഉണ്ടാക്കാം. പിന്നെ താങ്ക്സ് സൈബർ അറ്റാക്കേഴ്സ്, എനിക്ക് സപ്പോർട്ട് കൂട്ടി തന്നതിന്. നാണമില്ല കമ്മികൾക്ക് ഇങ്ങനെ ഇരുന്ന് വാങ്ങിക്കാൻ. BJPക്കെതിരെ എന്തൊക്കെയാണ്, മേയർക്കെതിരെ വരും, ഡെപ്യൂട്ടി മേയർക്കെതിരെ വരും, വീണ്ടും മേയർക്കെതിരെ പോകും, ഡെപ്യൂട്ടി മേയർക്കെതിരെ വരും. ഇതിങ്ങനെ ഇവർക്ക് നേരെ പോകും, അവർ നന്നായിട്ട് കൊടുക്കും, കമ്മികൾ കുറച്ച് ദിവസത്തേക്കൊന്ന് അടങ്ങും. എജാതി അടിയാണ് ഡെപ്യൂട്ടി മേയർ ഇപ്പൊ കമ്മികളുടെ മണ്ടക്ക് കൂട്ടി അടിച്ചിട്ടുള്ളത്. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ഒരു മേയറുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് VV രാജേഷിന്റെ പേരെ അറിയൂ. രണ്ടാമതൊരാളെ പേര് ചോദിച്ചാൽ മേലോട്ട് നോക്കും. ഇനി ഡെപ്യൂട്ടി മേയറുടെ പേര് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്തെ ആശാനാഥിന്റെ പേരെ പറയൂ. കാരണം എന്താ, മറ്റു മേയർമാർ എന്തിവിടെ ചെയ്യുന്നു, എന്തെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് വീടില്ലാത്തവർക്ക് വീട്, അങ്ങനെ എന്തൊക്കെ തെരുവ് നായ ശല്യം പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടപെട്ട് ചെയ്തു കൊടുക്കുക. BJP ഭരിക്കുന്ന കോർപ്പറേഷൻ അങ്ങ് വയനാട്ടിൽ പോലും വീടില്ലാത്ത ഒരാള് കത്തയച്ചിരിക്കുക, മേയർക്ക് നേരിട്ട് വീടില്ല എന്ന് പറഞ്ഞ്. പ്രതീക്ഷ നോക്കണേ, BJPയിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ചിട്ടാ മേയർക്ക് അങ്ങ് വയനാട്ടിൽ നിന്ന് കത്ത് വന്നത്. അതിനും പരിഹാരം ഉണ്ടാക്കി VV രാജേഷ്. ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഇടപെട്ടോണ്ടിരിക്കുക. കാട്ട് മുടിച്ചത് BJP കൃത്യമായി, ഈ ഇടതുപക്ഷമൊക്കെ കാട്ട് മുടിച്ച് ഓരോന്നും തെളിവ് സഹിതല്ലേ. വിളക്കിന് വരെ, നിലവിളക്കിൽ പോലും അഴിമതി നടത്തില്ലേ, ഉദ്ധരിക്കേണ്ട മൈതാനത്ത് വേറെ, അങ്ങനെ എല്ലാത്തിലും അഴിമതി. ഇവർ നിരന്തരം ഇടതുപക്ഷത്തിന്റെ അഴിമതി പുറത്തു വിട്ടതോട് ഇപ്പൊ വ്യക്തിപരമായിട്ട് ആശാനാഥിന്റെ നേരെയും VV രാജേഷിന്റെ നേരെയൊക്കെ അവർ നന്നായിട്ട് തിരിച്ചു കൊടുക്കുന്നു. വീണ്ടും അടി കിട്ടിയത് കമ്മികൾക്ക് തന്നെ. ഇനി പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, കഴിഞ്ഞ ദിവസം വനിതാ BJP പ്രവർത്തകരുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും, സകല ഇടത്, അതായത് SCPI, PDP, അതേ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, CPI, സകലരും തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരത്ത് BJP എന്തോ ചെയ്യുന്നോ നോക്കി നിൽക്കുക. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് നേതാവ് CA റൌഫിന്റെ ഒരു പോസ്റ്റ്, മേക്കപ്പ് ഒക്കെ ഇട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ശ്രദ്ധക്ക് ഭരണപക്ഷത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം, പ്രതിപക്ഷത്താണെങ്കിൽ സമരങ്ങൾ നടത്തേണ്ടി വരും, സമരം അല്പം പരിധി വിട്ടതാണെങ്കിൽ ജലപീരങ്കി പ്രയോഗിക്കും, അതോടെ സമരത്തിൽ പങ്കെടുത്തവരുടെ കോലം തന്നെ മാറും. ഇത്തരക്കാർക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ അത്തരം സമരങ്ങൾക്കൊന്നും പോകാതെ മുങ്ങി നടക്കുക, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് എത്തുവരെ മേക്കപ്പ് ഇടില്ലെന്ന് തീരുമാനിക്കുക. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്ത കണ്ടതിനെ തുടർന്നുള്ളത്. വനിതാ BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. വനിതകൾ മേക്കപ്പ് ഇട്ടാൽ അല്ലെങ്കിലും ഇവർക്കൊക്കെ ഒരു ചൊറച്ചിൽ എത്തരം ആളുകളുണ്ട്. വനിതകളൊന്നും ചെയ്ത് പ്രതിഷേധം, അവർ വേണമെങ്കിൽ മേക്കപ്പ് ഇടും, അവർ പ്രതിഷേധിക്കും, അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും, അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ഏതായാലും തീഹാറിലേക്ക് റഹൂഫ് ഒന്നും പോയതുപോലെ തീഹാറിലേക്ക് അവർ പോവാനേ തയ്യാറില്ല. അവർ ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകും. ഏതായാലും തീഹാറിൽ നിന്നിറങ്ങിയ ആളുടെ ഉപദേശം തൽക്കാലം എടുക്കുന്നുമില്ല.
സകല പോപ്പുലർ ഫ്രണ്ട്, കോൺഗ്രസ്, CPM, സകലർക്ക് ഒരു ശബ്ദ. തിരുവനന്തപുരം ഭരിക്കുന്ന BJP ലീഡേഴ്സിനെതിരെ ഒരൊറ്റ ശബ്ദം, ഒറ്റ കെട്ട ഓസാക്കൽ. ഇതൊക്കെ സകല മലയാളികളും വിവേകത്തോടു കൂടി തന്നെ തിരിച്ചൊരൊറ്റ കാര്യമുള്ളൂ. ഇനിയും നിങ്ങൾ വാവുന്നത് പോലെ തലസ്ഥാന നഗരി ഭരിക്കുന്നവർക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പോലെയുള്ള ആളുകൾ ഈ വിഷയങ്ങളൊക്കെ നോക്കും, എന്താണ് അവിടുത്തെ ഭാഗം, ഇനി ഇവിടെ എന്താണ്, ആരാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അതിലൂടെയും BJPക്ക് തന്നെയാണ് ഗുണമുണ്ടാവുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.